വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 2024 LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന 150 ടോപ്പിക്സ് ആണ്. അപ്പൊ അതിനുമുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് 5 ക്ലാസ് ഡെയിലി തന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും നടന്നില്ല. കാരണം ത്രോട്ടിന്റെ ഇൻഫെക്ഷൻ മൂലമാണ്. അപ്പൊ അത് നല്ല രീതിയിൽ മാറി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1-2 ക്ലാസ്സോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ നമ്പർ ഓഫ് ക്ലാസ്സസ് ഒന്ന് പതുക്കെ കുറച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് 5 ക്ലാസ് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇതൊന്നും ഇഷ്യൂ ഒന്ന് മാറിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കിവിടെ നല്ല സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇടറുന്ന പോലെ, സൗണ്ട് തന്നെ ഇടറുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ അസ്വസ്ഥത അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം മാക്സിമം ക്ലാസ് നമുക്ക് മൺഡേ മുതൽ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പം ഇങ്ങനെ ഡെയിലി 1, 2, 3 ഒക്കെ ആയിട്ട് പോയിക്കോട്ടെ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ഈ 150 ടോപ്പിക്സിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് 1857 കലാപമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പോൾ 1857 കലാപം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർക്കറിയാം, ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ SCERT പുസ്തകമാണ് 1857 കലാപത്തിൽ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ തരുന്ന ഈ ക്ലാസ്സിൽ 1857 കലാപ SCERT ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. അതിനോടൊപ്പം ഞാൻ കമൻ്റ് ആയിട്ട് ഈ 1857 കലാപത്തിൻ്റെ ഞാൻ നേരത്തെ എടുത്ത ക്ലാസ്, അതിനകത്ത് അപ്ഡേഷൻ ഒന്നുമില്ല, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം, അതിനെയും കൂടി ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതും കൂടി കണ്ടാൽ 1857 കലാപം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് അന്നും ക്ലാസ്സുകൾ ചെയ്തിരുന്നത്, ഇന്നും അത് തന്നെയാണ്. അപ്പോൾ SCERT മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1857 കലാപം ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം ഈ SCERT കാണുക. SCERT കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഞാൻ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോയിലെ അതും കാണുക. അപ്പോൾ നിങ്ങൾക്കത് 1857 കലാപം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മളിവിടെ സെറ്റായി. 150 ടോപ്പിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ഞാൻ പറഞ്ഞു തരാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 11 വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുന നദി കടന്ന ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന്? മീററ്റ്. ഡൽഹിയിലെത്തിയ കലാപകാരികൾ ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെ. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു വരാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന്, ഡൽഹിയിലെത്ത കലാപകാരികൾ ആരെയാണ് ഇന്ത്യയുടെ രണ്ടാമത് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. ഇങ്ങനെ 3 രീതിയിൽ ആ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാം. ഇത് 3ഉം PSC മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. PSC ഇനിയും അത് ചോദിച്ചേക്കാം. SCERT ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന കലാപം ചോദിക്കാം. ഏതാണ്? 1857. PSC ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതാണെന്നുള്ളത്. അപ്പൊ ഓർക്ക് 1857 കലാപമാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും സെന്റൻസ് വായിച്ചപ്പോ. നെക്സ്റ്റ്, മീററ്റിലെ ശിപായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപത്തിന് തുടക്കം കുറിച്ചത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? മീററ്റിലെ ശിപായിമാർ. 5 ക്വസ്റ്റ്യൻ ആയേ. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത്? ഇനിയുള്ളവ നമുക്ക് വേണമെങ്കിൽ PSC പ്രസ്താവനയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പം ഇവരെ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് പ്രസ്താവനയിൽ ചോദിക്കാം. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ
തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നേരിട്ടിരുന്ന അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ശിപായിമാരെ നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. നെക്സ്റ്റ് നോക്കിയേ, സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. അപ്പൊ ഇത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ശിപായിമാരെ നയിച്ച രണ്ടാമത്തെ റീസൺ ആണ്. ഏത്? ഈ എൻഫീൽഡ് തോക്കിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. 3. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു തോക്കിന്റെ ഉപയോഗം. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. ഈ ബാരക്പൂർ ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ബാരക്പൂരിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മംഗൾ പാണ്ഡെ സഹ സൈനികനെ എന്ത് ചെയ്യുന്നത്? വെടിയുതിർക്കുന്നത്. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പൊ നമ്മളോട് PSC ചോദിക്കുന്നത്, ഒന്ന്, ഈ ഒരു ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1857 കലാപത്തിലേക്ക് ശിപായിമാരെ നയിച്ച കാരണങ്ങളിൽ താഴെ പറയുന്നവ ഏതൊക്കെയാണ് എന്ന് പ്രസ്താവനയിട്ട് വേണമെങ്കിൽ ഈ ഭാഗത്തും നമ്മളോട് ചോദിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1857 കലാപം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പെട്ടെന്നുണ്ടായ കാരണം ചോദിച്ചാല് ബരാക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ എന്ത് ചെയ്തു? സഹസൈനികന് നേരെ വെടിയുതിർത്തു. കാരണം എന്താണ്? പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെയാണ് എന്ത് ചെയ്ത? വെടിയുതിർത്തത്. അപ്പൊ ഇതാണ് പെട്ടെന്നുണ്ടായ കാരണം. ഇതേ തുടർന്ന് എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. ഇനി രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ PSCക്ക് പ്രസ്താവന ചോദിക്കാം. 1857 കലാപത്തിന്റെ പ്രധാന പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? അപ്പൊ അതിലൊരു പ്രത്യേകതയാണ് എന്ന് പറയുന്നത് സാധാരണക്കാരായ കരകൗശല തൊഴിലാളികളുടെയും കർഷകരുടെയും പങ്കാളിത്തം. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. ഈ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് പ്രസ്താവന കിട്ടാം. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അതും പ്രസ്താവനയിൽ ഉൾപ്പെടുത്തി ചോദിക്കാവുന്നതാണ്. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. നമ്മൾ ആദ്യം കണ്ടതാണ് കലാപകാരികൾ ആരെയാണ് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതെന്ന്. ബഹദൂർ ഷാ രണ്ടാമനെ. കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും താഴെ കൊടുത്ത പട്ടികയിൽ നിന്ന് പരിചയപ്പെടാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. PSC സാധാരണ നമ്മളോട് ഓരോ കലാപ സ്ഥലത്ത് കലാപം നയിച്ച നേതാക്കന്മാർ ഈ ഒരു ബോക്സിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അല്ലാതെയും ചോദിക്കാറുണ്ട്. അത് ഞാൻ എങ്ങനെ പഠിക്കുന്നത് പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ കലാപസ്ഥലം, ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഝാൻസിയില് റാണി ലക്ഷ്മിഭായ് കലാപത്തിന് നേതൃത്വം നൽകി. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. രണ്ടുപേരാണ് കാൺപൂരിലെ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ഈ ബോക്സിൽ തന്നിരിക്കുന്ന 5 കലാപ സ്ഥലങ്ങളും അവിടെ കലാപം നയിച്ച 6 നേതാക്കന്മാരെയും നമ്മൾ പഠിക്കണം കേട്ടോ. ഒന്ന് ഓർത്തു നോക്കിയ ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്, ലഖ്നൌ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. അപ്പൊ ഓർത്തു വയ്ക്കുക, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരം ഏതാണ്?
1857 കലാപം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൽ മാറ്റം കൊണ്ടുവന്നു, ബ്രിട്ടീഷുകാരുടെ നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം 1857 കലാപത്തിന് ശേഷം അല്ലെങ്കിൽ 1857 കലാപം ഉണ്ടാക്കിയ മാറ്റമാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. അപ്പൊ ടിൽ 1857 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമായിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ശരിവെക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. നമ്മളിപ്പോ ഇവിടെ SCERT-യില് കലാപത്തിന് നേതൃത്വം നൽകിയവർ പഠിച്ചു. അതല്ലാതെ കമന്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനകത്ത് ഏറെ പേരുണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയവര്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഏതൊറക്കത്തിൽ ചോദിച്ചാലും ചോദിക്കാൻ പാകത്തിന് SCERT-യിലെ കലാപത്തിന് നേതൃത്വം നൽകിയവരെ പഠിച്ചു വെക്കണം. മറ്റേത് പഠിക്കേണ്ടെന്നല്ല, അതും പഠിക്കണം. ഇത് ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യും. ആ രീതിയിൽ പഠിക്കണം. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് SCERT ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പുസ്തകത്തിലുള്ള ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അതല്ലാതെയും കുറെ കലാപകാരികളെ കുറിച്ച് ഞാൻ മറ്റേ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ആ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത്. അപ്പോൾ അതും പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്